എന്റെ പേര് രാജേഷ് ജി എൽ എന്നാണ്. ഞാൻ KSRTCയുടെ വിജിലൻസ് സ്ക്വാഡിലെ ഇൻസ്പെക്ടറാണ്. KSRTC മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സംയുക്തമായിട്ടാണ് ഈ എക്സ്പോ ആരംഭിച്ചത്. KSRTC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ഞങ്ങളുടെ സർവീസ് കാലത്തെ ഏറ്റവും വലിയ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു ഗൃഹാതുരത്വം തുളുന്ന ഓർമ്മയാണ് ആനവണ്ടി. ഈ വണ്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഴയകാലത്തെ ബസ്സുകളാണ്. അതുപോലെ KSRTC ഏറ്റവും പുതുതായിട്ട് തന്നെ നിരത്തിലിറക്കാൻ പോകുന്ന ഉന്നത ശ്രേണികളിൽ അത്യന്താധുനിക സജ്ജീകരണം കൂടിയ ബസ്സുകളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ ബസ്സിന്റെ ഈ ഓണക്കാലം മുതൽ സർവീസുകൾ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ പഴയകാല ആഡംബര വാഹനങ്ങളുടെ പ്രദർശനമുണ്ട്. പിന്നെ 4 വീലർ 2 വീലേഴ്സിന്റെ സെയിൽസ് ഉണ്ട്. അതിന്റെ പരിചയസമ്പന്നരായ ആൾക്കാർ അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും ഒരു പ്രധാനമായ ഘടകം എന്ന് പറഞ്ഞാൽ ട്രാവൽ കാർഡ്. അഭൂതപൂർവമായ തിരക്കും വിൽപ്പനയാണ് ട്രാവൽ കാർഡ്. കാരണം KSRTCയിലെ പരാതികളിൽ 70% ബാലൻസ് പ്രശ്നമാണ്. പക്ഷെ ഒരിക്കലും ഇനി അങ്ങനെ വരുന്നില്ല. നമുക്ക് ഏത് സമയത്തും ബസ് നമുക്ക് എവിടെ എത്തിയെന്ന് നമുക്ക് ആപ്പിലൂടെ അറിയാൻ പറ്റും. ചില്ലറ തർക്കമില്ല. സുഖമായിട്ട് ആൾക്കാർക്ക് ചില്ലറ കൊണ്ട് നടക്കേണ്ട ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ട്രാവൽ കാർഡ്. ട്രാവൽ കാർഡിനൊക്കെ വളരെ വളരെ നല്ല വിൽപ്പനയാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ ലൈസൻസ് എടുക്കേണ്ട ആവശ്യകത എന്താണെന്നും നമ്മൾ ഡ്രൈവിംഗിൽ പാലിക്കേണ്ട സംസ്കാരം എന്താണെന്നും പറഞ്ഞ് പുതുതലമുറയെ മനസ്സിലാക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രദർശനമുണ്ട്. ഉപദേശങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ പുതുതലമുറയ്ക്ക് കുട്ടികളിൽ നിന്ന് തുടങ്ങും. സിമുലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ശരിക്കും ഡ്രൈവിംഗിന്റെ ആദ്യ പാഠങ്ങൾ നമുക്ക് പഠിക്കുന്നുണ്ട്. എല്ലാ സംവിധാനമുണ്ട്. പിന്നെ പല സ്ഥാപനങ്ങളുടെയും സ്റ്റാർട്ടപ്പുകൾ നമ്മൾ ഈ ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 3 ദിവസം കൊണ്ട് പൊതുജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ്. ജനങ്ങൾ ഏറ്റെടുത്തു. ജനകീയമാവുകയാണ് KSRTC. ഇതിന്റെ റൂട്ട് നമുക്ക്, കാരണം ഈ ബസ്സുകളൊക്കെ ഓടുന്നത് തിരുവനന്തപുരം ബാംഗ്ലൂർ റൂട്ടിലാണ് ഓടുന്നത്. കാരണം സാമൂഹിക പ്രതിബദ്ധത നിലനിർത്തിയാണ് KSRTC ഓരോ സംരംഭങ്ങളും ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടും അത് പൊതുജനങ്ങളിലേക്ക്, കാരണം വളരെ ലിബറലാണ് ജനങ്ങളിലേക്ക്. കാരണം ജനങ്ങൾക്ക് ഇപ്പം പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് അറിയിക്കുന്ന ഒരു സംവിധാനം തന്നെയുണ്ട്. അതിന് പരിഹാരം ഉണ്ടാകുന്ന ഒരു സംവിധാനങ്ങളാണ് KSRTC. അതൊന്ന് പഴയ KSRTC അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ പബ്ലിക്. കാരണം ഞങ്ങൾ സെലിബ്രിറ്റി മോഹൻലാല്, പ്രിയദർശൻ, പിന്നെ മണിയമ്പള രാജ്യത്ത് തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്ത് ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ പബ്ലിസിറ്റിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. കാരണം ഇവിടെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. കാരണം കൊച്ചു കുട്ടികൾ പോലും ശരി കൗതുകമായിട്ട് പഴയകാലത്ത് നമ്മുടെ കളിപ്പാട്ടം പോലുള്ള ബസ്സുകളുടെ എല്ലാം മിനിയേച്ചറുണ്ട്, ഫോട്ടോകളുണ്ട്, ആൽബങ്ങളുണ്ട്. പിന്നെ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ, പ്രത്യേകിച്ച് ചേംബർ തന്നെ അതിനകത്ത് അറേഞ്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിലറുകളുടെയൊക്കെ ഫോട്ടോകളൊക്കെ നമ്മൾ ജനിക്കുന്ന മുമ്പേക്കുള്ള പല മോഡലുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. KSRTCയുടെ ജീവനക്കാരുടെ മക്കൾ തന്നെ പല മിനിയേച്ചറുകൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം ഞങ്ങളുടെ സർവീസ് കാലത്ത് ഇത്തരം ഒരു എക്സ്പോ ചെയ്യാൻ പറ്റും, എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയത് വലിയ ഒരു കാര്യം തന്നെയാണ്.